ഹലോ ഗൈസ്, അങ്ങനെ 15,000 രൂപയ്ക്ക് നല്ലൊരു ഡിവൈസ് വന്നിരിക്കുകയാണ്. ബസ്സിൻ്റെ നോട്ട് 15S 5G എന്ന് പറഞ്ഞൊരു ഫോണാണ്. ഫസ്റ്റ് ഡിവൈസ് ഓൾ റൗണ്ടർ എന്ന് എനിക്ക് ഈ ഒരു കാറ്റഗറി പറയാൻ സാധിക്കും. കാരണം ഇതിൻ്റെ കൂടെ കോമ്പറ്റീഷൻ ചെയ്യുന്ന രണ്ട് ഡിവൈസുകളാണ്. ഒന്ന് വിവോയുടെ T4ഉം രണ്ട് ഐക്യൂവിൻ്റെ C10X എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും ഒന്ന് തന്നെയാണ്. ഏതാ ഇഷ്ടമുള്ളവർക്ക് അത് എടുക്കാം. അതിനെ കില്ല് ചെയ്യുന്നൊരു മൊബൈലാണ് ഇൻഫിനിക്സ് അവതരിപ്പിച്ചത്. നമ്മൾ അൺറേറ്റ് ചെയ്തൊരു കമ്പനിയാണ് ഇൻഫിനിക്സ് എന്ന് പറഞ്ഞ കമ്പനി. പക്ഷേ അടിപൊളി അവർ കുറച്ച് ഫോൾഡുകളും ഒക്കെ അവർ നല്ല രീതിയിൽ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോൺസ് ആയിരുന്നു. ഇത് അവർ കൊണ്ടുവന്നത് ഒരു അടിപൊളി മൊബൈൽ 15 രൂപ പ്രൈസ് റേഞ്ചിലാണ് വന്നത്. എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. കാരണം 15 രൂപയ്ക്ക് നല്ലൊരു ഡിവൈസ് എനിക്ക് പെർഫെക്റ്റ് പറയാൻ പറ്റുന്നില്ല. കാരണം AMOLED അവിടെ കട്ട് ചെയ്യും. ഒന്നിൽ 15 രൂപയ്ക്ക് വരുമ്പോൾ ഉള്ള കട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ AMOLED കൊടുക്കും, അപ്പോൾ സ്റ്റീരിയോ സ്പീക്കർ കട്ട് ചെയ്യും. അങ്ങനെ ആയിരുന്നു ഈ ഒരു സെഗ്മെന്റിൽ 20,000 രൂപയുടെ സെഗ്മെന്റിൽ വരെ അങ്ങനെ ഒരു കട്ടിങ് നടക്കുന്നു. ഐക്യൂവിന്റെ C10 നോക്കിയാൽ അറിയാം, അതിൽ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല, പക്ഷെ AMOLED കൊടുത്തോണ്ട് അവർ കട്ട് ചെയ്തു. പക്ഷെ ഇതിലെന്ന് പറഞ്ഞാൽ 15 രൂപയ്ക്ക് അതിന്റെ കൂടെ വരെ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിവൈസ് ആണ് ഇൻഫിനിക്സിന്റെ നോട്ട് 15S എന്ന് പറഞ്ഞാൽ. നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് നോക്കാം. നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക, എന്നാലേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ നോക്കണം. ഡിസൈൻ വരുമ്പോൾ നല്ലൊരു പുതിയ ടൈപ്പ് ഡിസൈനാണ്. ബാക്കിൽ നല്ല രീതിയിൽ നമ്മുടെ പണ്ടത്തെ സാംസങ്ങിന്റെ ഒക്കെ റിങ് വരത്തില്ല, ക്യാമറ റിങ് വന്നിരുന്ന ആദ്യകാലത്തെ ഡിസൈനാണ്. ഡിസൈനിന്റെ കാര്യത്തിൽ നല്ല പ്രീമിയം ഡിസൈൻ, പക്ഷെ പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വരുന്നുണ്ട്, ബാക്കിലും വരുന്നില്ല. ഡിസ്പ്ലേയിലോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 6.78 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് ഫുൾ HD+ ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് വിത്ത് AMOLED ഡിസ്പ്ലേ. അത് ഒരു കോംപ്രമൈസും ചെയ്തിട്ടുള്ള നല്ല വ്യൂയിങ് ആംഗിൾസ് ഒക്കെ ഉള്ള HDR10+ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. വിത്ത് 144 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ്. നിങ്ങൾ ഓർക്കണം 15,000 റുപ്പീസ് ആണ് ആ ഒരു പ്രൈസ് റേഞ്ച്. 15,999 വരെ ഓഫർ കഴിഞ്ഞ് നമുക്കൊരു 15 രൂപയ്ക്ക് 1000 രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് 15 രൂപയ്ക്ക് കിട്ടും. ഈ ഒരു രൂപയ്ക്ക് AMOLED ഡിസ്പ്ലേ വിത്ത് കെർവ്ഡ് AMOLED 3D കെർവ്ഡ് AMOLED എന്നാണ് അവർ പറയുന്നത്. അടിപൊളി ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കും. ബെസൽസ് ഒക്കെ വളരെ തിന്നായിട്ടുള്ള ഒരു ബെസൽസ് ഉള്ള ഫ്ലാഗ്ഷിപ്പ് ലെവൽ രീതിയിലുള്ള എഡ്ജ് ഡിസ്പ്ലേ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് കൊടുത്തേക്കുന്നത്. അതൊരു ഫസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇൻഫിനിക്സ് കൊടുത്തേക്കുന്നത്. പിന്നെ വന്നേക്കുന്നത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. വിത്ത് JBL 2 സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് അടിപൊളി സൗണ്ട് ഉണ്ട്, അത്യാവശ്യം നല്ല സൗണ്ടാണ് വന്നേക്കുന്നത്. പലരും സ്റ്റീരിയോ സ്പീക്കർ AMOLED കൊടുക്കുമ്പോൾ കട്ട് ചെയ്യുകയാണ്, പക്ഷെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അടിപൊളി ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ബാറ്ററി വരുമ്പോൾ ഒരു 5500 mAh ബാറ്ററി വിത്ത് ഒരു 45 വാട്ടിന്റെ ചാർജർ ഇൻ ബോസിലുണ്ട്, കേസും കൊടുക്കുന്നുണ്ട് ഇൻഫിനിക്സ്. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ SOS ആണ് വരുന്നത്. നമ്മുടെ ഇൻഫിനിക്സിന്റെ ഇതിൽ വലിയ ആർട്സ് ഒന്നും വരുന്നില്ല, അത്യാവശ്യം നല്ലൊരു OS ആണ് വന്നേക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് വരാവുന്ന നല്ലൊരു OS. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോസസ്സർ നോക്കാം. പ്രോസസ്സർ വരുമ്പോൾ വെച്ചാൽ 7300 തന്നെയാണ്. മറ്റുള്ള IQ C10 ആയാലും വിവോയുടെ T4 ആയാലും ഇതിലും 7300. ഇതിൽ വന്നേക്കുന്നത് വെച്ചാൽ കുറച്ചുകൂടി ടൂൺ ചെയ്ത് 7300 അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വന്നേക്കുന്നത്. കുറച്ചുകൂടെ ഒരു പൊട്ടിക്ക് ട്യൂൺ ചെയ്ത് 2.4 GHz പ്രോസസ്സറാണ് വന്നേക്കുന്നത്. പിന്നെ UFS സ്റ്റോറേജ് 2.2 തന്നെയാണ്. പക്ഷെ ഒരു ഗുണമുണ്ട്, DDR-ന്റെ 5x റാം, ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5x റാം തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡ് ആണ്. പിന്നെ IP64 ഉണ്ട്. ഇത് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്, സ്പ്ലാഷ് പ്രൂഫ് ഒന്നും വേണം. ക്യാമറ നോക്കുവാണെങ്കിൽ 64 MB സോണിയുടെ IMXന്റെ ക്യാമറയാണ് വന്നേക്കുന്നത്. 2 മെഗാപിക്സലിന്റെ മാക്രോ ആണ് വന്നേക്കുന്നത്. വേറൊരു സെൻസർ കൂടെ വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും. 64 MB ക്യാമറ ഒരു ഗുണമുണ്ട്, 4K 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിന് 4K ഷൂട്ടിംഗ് ഫെന്റാസ്റ്റിക് എന്ന് എനിക്ക്. കാരണം 15,000 രൂപയുടെ ഒരു ഫോണിൽ 4K 30 FPS, അതും റിയൽ ക്യാമറയിൽ മാത്രമേ ഉള്ളത്. 16 MB ആണ്, അതിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 4K 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിന് 4K റെക്കോർഡിംഗ് തരുന്നത് തന്നെ വലിയ അടിപൊളിയായിട്ടുണ്ട്. ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി 4K റെക്കോർഡിംഗ് ആണ്. പിന്നെ ഫോട്ടോഗ്രാഫി ആയാലും ആ ഒരു മെയിൻ സെൻസറിൽ നിന്ന് എടുക്കുന്ന അടിപൊളിയാണ്. പിന്നെ ഡെപ്ത് സെൻസർ, ഒരു മൈക്രോ സെൻസർ ഉണ്ട്. അത് നോർമലി നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ്, പക്ഷെ മെയിൻ സെൻസർ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. പഴയ ഇൻഫിനിക്സിന്റെ ഫോണുകളെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. പണ്ട് ഞാൻ എപ്പോഴും പറയും, ഇൻഫിനിക്സിന്റെ ഫോണിൽ വരുമ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിക്സിന്റെ ഫോണുകൾ അത്ര പെർഫെക്റ്റ് ക്യാമറകളല്ല. അതുകൊണ്ടാണ് അവരെപ്പോഴും അൺറേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു കാരണം. പക്ഷെ ഈ ഒരു സമയത്ത് ഒരു പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. ക്യാമറ ഈസ് പഴയതിനേക്കാളും ഫാർ ബെറ്റർ ആണ്. കാരണം നല്ലൊരു ഇപ്പോഴത്തെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാമറയാണ് വന്നത്. ഓവറോൾ ഈ ഫോൺ നോക്കുവാണെങ്കിൽ 15,000 റുപ്പീസിന് ഒരു ബെസ്റ്റ് ഡിസ്പ്ലേ
വിത്ത് 144 ഹെർട്സിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ, ബാറ്ററി ഒരു 5500 ബാറ്ററി വിത്ത് ഒരു 45 വാട്ടിൻ്റെ ചാർജർ വിത്ത് സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ക്യാമറ നല്ലൊരു ഡിസൈനാണ് വരുന്നത്. കെർവ്ഡ് പി AMOLED ഡിസ്പ്ലേ ആണ്. എല്ലാം കൊണ്ടും ഇപ്പോൾ ഒരു പെർഫെക്റ്റ് എന്ന് പറയാം. ഈ ഒരു 15,000 റുപ്പീസ് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ DDR-ന്റെ 5X റാമും വരുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ചിന് അടിപൊളി എന്ന് വെച്ച് 256 GB കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അടിപൊളി പ്രൈസ് റേഞ്ച് ആണ്. ഈ പ്രൈസിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിവൈസ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം നിങ്ങൾ വിവോ T4 പോകണ്ട, IQ C10 Xലോട്ടും പോകണ്ട. അടിപൊളി. അവിടെയും 2 MP ഡെപ്ത് ആണ് സെക്കൻഡ് സെൻസർ കൊടുത്തേക്കുന്നത്. ഇത് അതുമല്ല, അടിപൊളി 64 MB IMX സെൻസറാണ്. 4K റെക്കോർഡിംഗ് സപ്പോർട്ട് ഇല്ല അത് 2 ഫോണിൽ. ഇത് അതുകൊണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് 4K വേണ്ട എന്ന പ്രൈസും കുറച്ച് നല്ലൊരു ഡിസൈൻ, ഒരു പ്രീമിയം ഡിസൈനിലാണ്. ഇവരുടെ പ്രോയും പ്രോ പ്ലസും വരുന്നുണ്ട്. അത് ഇന്ത്യയിൽ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യും. ഇത് ആദ്യം ഇറക്കി. ഇത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഇൻഫിനിക്സിൻ്റെ Note 50S 5G എന്ന് പറഞ്ഞ ഫോൺ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു പറയാൻ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.